പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്ത് എനിക്ക് ഇവിടെ ഒരു അവസരം ലഭിച്ചതിനും ഞാൻ ലീഡേഴ്സിനെ നന്ദകുമാർ സാറിനും ജോളി സാറിനും അതുപോലെയുള്ള എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനോടും എന്റെ നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിലേക്ക് വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാരണം ഇതൊരു മഹത്തായ ഒരു അവസരത്തിന് മുന്നിലാണ് നമ്മൾ ഓരോരുത്തരും എത്തിയിരിക്കുന്നത്. ഞാനും അങ്ങനെ ഒരു തിരിച്ചറിവിലാണ് ഈ അവസരത്തിലേക്ക് വന്നത്. കാരണം എന്റെ പേര് നേരത്തെ പറഞ്ഞു, എന്റെ പേര് സുനിൽ എന്നാണ്. ഞാൻ പറവൂര് പട്ടണം എന്ന് പറയുന്ന സുന്ദരമായ ഒരു ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത്. നിലവിൽ ചെയ്യുന്ന വർക്കിനോടൊപ്പം നമ്മളെല്ലാവരും തന്നെ നമ്മളുടെ ഉപജീവനത്തിന് ആവശ്യമായ വഴികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. ഞാനും അതുപോലെയുള്ള ഒരു ചെറിയൊരു വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിലും അപ്പുറം ജീവിതത്തിൽ രക്ഷപ്പെടണം, കുറച്ചുകൂടി നന്നായിട്ട് ജീവിക്കണം, ലക്ഷറീസ് എന്റെ ലൈഫിൽ എനിക്കും ആസ്വദിക്കണം, എന്റെ ഫാമിലിയിലും അതിന്റെ ഇതുണ്ടാകണം എന്നൊരു ആഗ്രഹം എല്ലാവരെയും പോലെ എനിക്കും ഉണ്ടായിരുന്നു. അതിനുള്ള വഴികൾ തേടുന്നതിനിടയിലാണ് യാദൃശ്ചികമായിട്ട് മോദി കെയർ എന്ന ഈ മഹാപ്രസ്ഥാനത്തിന് മുന്നിൽ ഞാൻ എത്തപ്പെടുന്നത്. അതിന്റെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ അത്ഭുതാത്മകമായ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് കടന്നു വന്നു. ഇപ്പോൾ നല്ല രീതിയിൽ പാർട്ട് ടൈം ആയിട്ടാണെങ്കിലും മനസ്സുകൊണ്ട് ഫുൾ ടൈം ആയിട്ട് ഈ ബിസിനസ് ചെയ്യുന്നു. നല്ല രീതിയിൽ നേട്ടങ്ങൾ സാമ്പത്തികമായിട്ടും അല്ലാതെ വ്യക്തിപരമായിട്ടുമുള്ള ഒരുപാട് നേട്ടങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് വഴികൾ തേടുന്നവരാണ് നമ്മളെല്ലാവരും. നമ്മളുടെ ലൈഫിൽ നന്നാവാനായിട്ട്, രക്ഷപ്പെടാനായിട്ട് വേണ്ട അതിന് വേണ്ട നമ്മൾക്ക് നേടാൻ കഴിയുമെന്ന് സാധ്യതകൾ തേടി, അവസരങ്ങൾ തേടി നടക്കുമ്പോഴാണ് നമ്മുടെ മുന്നിലേക്ക് പുതിയൊരു അവസരം വന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് കോൾഡ് ദ ന്യൂ വേ, മോദി വേ. ഞാൻ ആ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്ത് സ്ക്രീൻ കാണുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവസരങ്ങൾ തേടുന്ന നമ്മളുടെ മുന്നിലേക്ക് നമ്മളുടെ മുന്നിലേക്ക് വരുന്ന മഹത്തായ ഒരു അവസരം, വഴികൾ തേടുന്നവരുടെ മുന്നിലേക്ക് വരുന്ന മഹത്തായ ഒരു വഴി, ദ മോദി വേ, ദ ന്യൂ വേ, ദ ഓൺലി വേ. എന്താണ് മോദി വേ? ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ലൈഫിൽ നമ്മൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ പല വഴികളിലൂടെ നമ്മുടെ ഇൻകം സോഴ്സ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും ആ ഒരു തിരഞ്ഞെടുക്കലുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. ക്രിയേറ്റ് ദ ലൈഫ് യു ഡിസേർവ്. നമുക്ക് അവകാശപ്പെട്ട, അർഹതപ്പെട്ട ലൈഫ് നമ്മൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തെടുക്കുക, അല്ലെ? നമ്മൾക്ക് ഈ ലോകത്തുള്ള എല്ലാ സൗഭാഗ്യങ്ങളും, എല്ലാ ലക്ഷറീസും നമ്മൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്, അർഹതപ്പെട്ടതാണ്. ആ ഒരു അർഹതയുള്ള ജീവിത ശൈലിയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ, ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ അത് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതിന് തിരഞ്ഞെടുക്കുന്ന വഴികൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന പല രീതിയിലുള്ള വഴികളാണ് അപ്പൊ പല മേഖലകളിലൂടെയാണ് നമ്മളുടെ സോഴ്സ് ഓഫ് ഇൻകം നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. ആ തിരഞ്ഞെടുക്കലുകൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതൊരു ഫാർമേഴ്സ് ആയിട്ട് രണ്ട് ബ്രദേഴ്സിന്റെ സ്റ്റോറിയിലൂടെ ഇവിടെ അത് അവതരിപ്പിച്ചിരിക്കുന്നു. രണ്ട് ബ്രദേഴ്സിന് ഈക്വൽ ലാൻഡ്, അതായത് ഒരേ അളവിലുള്ള ഭൂമി ലഭിക്കുന്നു. അതിലൊരാൾ കണ്ടെത്തുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഗോതമ്പ് കൃഷിയാണ്. അല്ലെങ്കിൽ ഗോതമ്പ് കൃഷി അല്ലെങ്കിൽ നമ്മുടെ നെൽകൃഷിയെ പോലുള്ള കൃഷികൾ ചെയ്യുന്നു. ഭൂരിഭാഗം ആൾക്കാർ ചിന്തിക്കുന്ന വഴിയിലൂടെ അദ്ദേഹവും പോയത്. കാരണം പെട്ടെന്ന് വരുമാനം ഉണ്ടാകും. പെട്ടെന്ന് നമ്മൾ ഇന്ന് ചെയ്യുന്ന വർക്കിന് ഇന്ന് തന്നെ വരുമാനം കിട്ടണമെന്ന ആഗ്രഹം കൊണ്ട് തന്നെ അതേ രീതിയിലുള്ളൊരു മേഖലയിലേക്ക് അദ്ദേഹം കടന്നു പോകുന്നു. നമുക്കറിയാം, നെൽകൃഷിയാണെങ്കിലും ഗോതമ്പ് കൃഷിയാണെങ്കിലും അതിൻ്റെതായ രീതിയിൽ അത് ചെയ്യണം, അതിന് പഠിക്കണം. അതിനൊരു കാലാവധി ഉണ്ട്. ഏകദേശം 3-4 മാസം, 5-6 മാസം കൊണ്ട് അത് വിളവെടുക്കാൻ പാകമാകും. അദ്ദേഹം അത് വിളവെടുക്കും. അതിൽ നിന്ന് വരുമാനം അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളിലേക്ക് വിനിയോഗിക്കും. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ വിളവെടുപ്പിന് ശേഷം ആ ഒരു കൃഷി അവിടെ അവസാനിക്കുന്നു. അദ്ദേഹത്തിന് വീണ്ടും വരുമാനം വേണമെങ്കിൽ അദ്ദേഹം വീണ്ടും കൃഷി ചെയ്യേണ്ടിയിരിക്കും. നമ്മൾ ആക്റ്റീവ് ആയാൽ മാത്രം വരുമാനം കിട്ടുന്ന ഒരവസ്ഥ. അതായത് അദ്ദേഹത്തിന് കൃഷി ചെയ്യണം, വരുമാനം വേണമെങ്കിൽ അദ്ദേഹം വീണ്ടും കൃഷി ചെയ്യണം. കൃഷി കഴിഞ്ഞാൽ വരുമാനം നിൽക്കുന്നു. വീണ്ടും വരുമാനം വേണമെങ്കിൽ അദ്ദേഹം വീണ്ടും കൃഷി ചെയ്യണം. അദ്ദേഹം എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം, എന്നാലേ അദ്ദേഹത്തിന് വരുമാനം ഉണ്ടാവുള്ളൂ. ദാറ്റ് ഇസ് കോൾഡ് ആക്റ്റീവ് ഇൻകം. നമ്മളെല്ലാവരും, ഭൂരിഭാഗം വരുന്ന വ്യക്തികളും ആ ഒരു കാറ്റഗറിയിൽ പെടുന്നവരാണ്. നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന സോഴ്സ് ഓഫ് ഇൻകം നമ്മളൊന്ന് വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവും, നമ്മൾ ആക്റ്റീവ് ആയിരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് അവിടെ വരുമാനം ലഭിക്കുന്നത്. ഏകദേശം 90% വരുന്ന വ്യക്തികളും തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി അത് തന്നെയാണ്. 10% വരുന്ന വ്യക്തികൾ മാത്രമേ അതിനപ്പുറത്തേക്ക് ഒരു വഴിയിലേക്ക് പോയിട്ടുള്ളൂ. അതാണ് ഇപ്പൊ പറയുന്നത് പാസീവ് ഇൻകം കാറ്റഗറി. ഇവിടെ അടുത്ത സുഹൃത്ത്, അദ്ദേഹത്തിന്റെ ബ്രദർ, അദ്ദേഹത്തിന് കിട്ടിയത് ഈക്വൽ ലാൻഡ് തന്നെയാണ്. അദ്ദേഹം നെൽകൃഷിയും ചെയ്തു, അതോടൊപ്പം തന്നെ മാവ് കൃഷിയാണ് കാണിച്ചിരുന്നത്. മാവിന്റെ കൃഷി, മാവ് നട്ട് കൃഷി ചെയ്തു.
അല്ലെങ്കിൽ നമ്മളുടെ നാട്ടില് നമ്മുടെ കേരളത്തിലും കേരള നാടാണ് നമ്മുടേത്. നമുക്ക് തെങ്ങ് കൃഷിയെ കുറിച്ച് പറയാം. നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് നടക്കുന്നതും അത് തന്നെ. അപ്പൊ തെങ്ങ് കൃഷിയാണെങ്കിലും ആ ഒരു കൃഷി ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. തെങ്ങാണെങ്കിലും മാവാണെങ്കിലും അതുപോലെ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഉടനെ തന്നെ അതിൽ നിന്നുള്ള റിട്ടേൺസ് ലഭിക്കാറില്ല. അത് അതിൻ്റെതായ സമയം, കൃത്യമായ സമയങ്ങൾ ആവശ്യമാണ്. അതിലേക്ക് എത്തുന്നത് വരെ നമ്മൾ അതിനു വേണ്ടി ആ കൃഷിയെ പരിപാലിച്ചുകൊണ്ടിരിക്കണം. അവിടെ വളമിടണം, അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതിനെക്കുറിച്ച് പഠിച്ച് അതിന്റെ രീതിയിൽ ചെയ്യുമ്പോഴാണ് അതിന് നമുക്ക് വരുമാനം കിട്ടുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും. അപ്പോ ആ ഒരു വരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാവിന്റെ കൃഷിയാണെങ്കിലും തെങ്ങാണെങ്കിലും അത് വരുമാനം കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നിലയ്ക്കാതെ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. കാലങ്ങളോളം നമുക്കത് ലഭിച്ചുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിന് അതിനെ പരിപാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അദ്ദേഹത്തിന്റെ വർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ അടുത്ത ജനറേഷന് പോലും കായ്ഫലം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു കൃഷിയാണ് അദ്ദേഹത്തിന്റെ ആക്റ്റീവ് അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് വരുമാനം ലഭിക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് പാസീവ് ഇൻകം കാറ്റഗറി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ 10% വരുന്ന വ്യക്തികൾ ആ ഒരു കാറ്റഗറിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അവർക്ക് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ആക്റ്റീവ് അല്ലെങ്കിലും വരുമാനം ലഭിക്കുന്ന രീതിയിലുള്ള സിസ്റ്റം ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അവർക്കാണ് ഈ പറഞ്ഞ ലക്ഷറിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ ലോകത്തുള്ള എല്ലാ സൗഭാഗ്യങ്ങളും അനുസരിച്ച് ആസ്വദിച്ച് ജീവിക്കാൻ കഴിയും. ഇവിടെ നമ്മൾക്കും ആ ഒരു പാസീവ് ഇൻകം എന്ന ഒരു കാറ്റഗറിയിലേക്ക് എത്തുവാനുള്ള ഒരു അവസരമാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ ഹിയർ ഇസ് ദ വേ, ദ ന്യൂ വേ, ദ ഓൺലി വേ, മോദി. വാട്ട് വിൽ ക്രിയേറ്റ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ചേഞ്ച് ഇൻ യുവർ ലൈഫ്? നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള മാറ്റം, ചേഞ്ചസ് ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ്? നമുക്കൊന്ന് സ്വയമേ ചിന്തിച്ച് നോക്കാം. നമ്മുടെ ലൈഫിൽ മാറ്റം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തിനൊക്കെയാണ്? ഗ്രോയിങ് യുവർ വെൽത്ത്, നമ്മുടെ സമ്പാദ്യം, നമ്മുടെ സമ്പാദ്യശീലം അല്ലെങ്കിൽ സമ്പത്ത് വളർച്ച ഉണ്ടാകണം. നമ്മുടെ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിയിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുക, അത് നമ്മുടെ ലൈഫിൽ ഒരു മാറ്റമാണ്. കാരണം നമ്മളെല്ലാവരും ഫൈനാൻഷ്യലി ഒരുപാട് പ്രോബ്ലംസ് അനുഭവിച്ച് ജീവിക്കുന്നവരാണ്. പല രീതിയിലുള്ള പ്രോബ്ലംസ് അനുഭവിച്ച് ജീവിക്കുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്നതാണ് ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തുക എന്നുള്ളത്. അത് നമ്മുടെ ലൈഫിൽ വളരെയേറെ മാറ്റം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വർക്കിംഗ് ഫോർ യുവർ സെൽഫ്, നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നത് മറ്റുള്ളവരുടെ ആഗ്രഹ സബലീകരണത്തിന് വേണ്ടിയാണ്, അല്ലെ? നമ്മളോരോ പബ്ലിക് ഫേമിലാണെങ്കിലും പ്രൈവറ്റ് ഫേമിലാണെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു മുതലാളിക്ക് കീഴിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ സമയം അവർക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. നമ്മളുടെ സ്കിൽസ്, കഴിവുകൾ അവർക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വർക്കിംഗ് ഫോർ യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സമയത്തിന്റെയും നമ്മൾ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നതിന് ഫുൾ കൺട്രോൾ നമ്മളുടെ കയ്യിൽ തന്നെ ആവുക എന്നുള്ളത്. മറ്റുള്ളവരെ കീഴിൽ നിൽക്കുന്നതിന് പകരം നമ്മളുടെ ബോസ് നമ്മൾ തന്നെയാവുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ വലിയൊരു മാറ്റമാണ്. നമ്മുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വിഷനായിട്ട് ഇണങ്ങിപ്പോകുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മുടെ ലൈഫിൽ ഭയങ്കര മാറ്റം ഉണ്ടാക്കുന്ന കാര്യമാണ്, അല്ലെ? നമ്മളുടെ കാഴ്ചപ്പാടുകൾക്കും നമ്മുടെ സ്വപ്നങ്ങൾക്കും അനുസൃതമായ രീതിയിലുള്ള ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ എത്തപ്പെടുക എന്നുള്ളത് വളരെ മാറ്റം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ലിവിങ് ഇൻ യുവർ ഡ്രീം, നമ്മുടെ സ്വപ്നങ്ങളിൽ ജീവിക്കാൻ, നമുക്ക് സ്വപ്നങ്ങളിൽ വെച്ചാൽ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചുകൊണ്ട്, നമുക്കുള്ള വലിയ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾക്ക് കഴിയാം. നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡ്രീംസിനോട് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് നമ്മളുടെ സോഴ്സ് ഓഫ് ഇൻകവും നമ്മുടെ ഡ്രീമും തമ്മിലുള്ള വ്യത്യാസം, ആ ഭയങ്കരമായ ഒരു വ്യത്യാസം കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഡ്രീംസിനോട് കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയെ കുറിച്ച് അത് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന വലിയൊരു മാറ്റം തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരു മാറ്റങ്ങൾ, വലിയ വലിയ മാറ്റങ്ങൾ സംഭവിപ്പിക്കാൻ കഴിയുന്ന വഴികളാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ ഹിയർ ഇസ് ദ വേ, ദ ന്യൂ വേ, മോദി വേ. എന്താണ് മോദി വേ? അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ ബിസിനസ്സും നമ്മുടെ മോദി വേ ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കാരണം നമ്മൾ ഒരു ന്യൂ വേ ആണ്, പുതിയൊരു വഴിയാണ് നമ്മുടെ മുന്നിൽ ഇട്ടിരിക്കുന്നത്. നമ്മൾ അതിനു മുന്നേ കണ്ട് പരിചയിച്ച ഒരുപാട് വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ ട്രഡീഷണൽ പരമ്പരാഗതമായിട്ടുള്ള രീതിയും നമ്മുടെ മോദി വേ ബിസിനസ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മുടെ പരമ്പരാഗതമായ രീതി, ട്രഡീഷണൽ വേയിൽ എക്സ്ചേഞ്ചിങ് ടൈം ഫോർ മണി, നമ്മുടെ സമയം നമ്മൾ പണത്തിന് വേണ്ടി ചെലവഴിക്കുക. നമ്മുടെ സമയം വിറ്റുകൊണ്ടാണ് നമ്മൾ ഏണിങ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഡിപ്പെൻഡന്റ് ഓൺ അതേഴ്സ് ഫോർ അഡ്വാൻസ്മെന്റ് ആൻഡ് ഏണിങ്സ്, നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ വരുമാനത്തെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മളുടെ വരുമാനം നിൽക്കുന്നത്. റെസ്ട്രിക്റ്റഡ്
ടൈം ഫ്രീഡം. നമുക്കവിടെ ടൈം ഫ്രീഡം ഇല്ല. കാരണം നമ്മൾ നമ്മുടെ സമയം മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ അവരാണ് തീരുമാനിക്കുന്നത് നമ്മുടെ വർക്കിംഗ് ടൈം എത്രയാണ്, എത്ര സമയം നമ്മൾ വർക്ക് ചെയ്യുന്നത്. അവിടെ ഒരു ഫ്രീഡം നമുക്ക് ലഭിക്കുന്നില്ല. നമ്മുടെ ടൈം ഫ്രീഡം നമുക്ക് ഇല്ലാതെയായി പോകുന്നു. നമ്മുടെ ഫാമിലിയോട് ചെലവഴിക്കേണ്ട നല്ല നല്ല സമയങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. ഹെൽപ്പിംഗ് ബിൽഡ് സംവൺ, മറ്റുള്ളവരെ ബിൽഡ് ചെയ്യാണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മൾ നമ്മളുടെ സമയവും നമ്മളുടെ സ്കിൽസും ചെലവഴിക്കുന്നു. അതിനുവേണ്ടി അവർ നിശ്ചയിച്ചിരിക്കുന്ന നിശ്ചിതമായ സാലറിയിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ചെറിയ സ്വപ്നങ്ങൾ കോംപ്രമൈസ് ചെയ്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് നിലവിൽ നമ്മൾ ട്രഡീഷണൽ ബിസിനസ്സിൽ, ട്രഡീഷണൽ മാർക്കറ്റിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്കുള്ള നമ്മുടെ പുതിയ വഴി, മോദി വേ ബിസിനസ്, നമുക്ക് തരുന്നത് ഫുൾ കൺട്രോൾ ഓഫ് ഓർ ഗ്രോത്ത് ആൻഡ് ഏണിങ്സ്. നമ്മുടെ ഗ്രോത്തിന്റെയും ഏണിങ്സ്, നമ്മുടെ വളർച്ചയുടെയും വരുമാനത്തിന്റെ നേട്ടങ്ങളുടെയും കൺട്രോൾ നമ്മളുടെ കയ്യിൽ നിന്ന്, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, നമ്മളുടെ കൺട്രോളിലാണ് നമ്മളുടെ ഗ്രോത്തും ഏണിങ്സും ഇരിക്കുന്നത്. റിക്കറിംഗ് ഇൻകം ഫ്രം ലോയൽ ആൻഡ് ലോങ് ടൈം കസ്റ്റമേഴ്സ്, നമ്മുടെ വരുമാനം നമ്മൾ നേടുന്നത് സ്ഥിരമായ ലോങ് ടൈമിലേക്കുള്ള കസ്റ്റമേഴ്സിലൂടെയാണ്. കാരണം നമ്മുടെ പ്രൊഡക്ട്സ് മാർക്കറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് വരുമാനം ലഭിക്കുന്നത്. ഫ്ലെക്സിബിലിറ്റി ടു ഡിസൈൻ യുവർ ഓൺ ഷെഡ്യൂൾ, നമ്മുടെ ഷെഡ്യൂൾ ഡിസൈൻ ചെയ്യുന്നതിനുള്ള ഫ്ലെക്സിബിലിറ്റി നമുക്ക് ലഭിക്കുന്നു. ഫോക്കസിങ് ഓൺ ബിൽഡിംഗ് യുവർ ഓൺ ഡ്രീംസ്, അത് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ സ്വന്തം ഡ്രീംസ് ബിൽഡ് ചെയ്യുന്നതിന് നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നു. അങ്ങനെയുള്ള ഒരു മഹത്തായ ഒരു വഴിയാണ് ദ ന്യൂ വേ മോദി. വൈ ജോയിൻ മോദി കെയർ ഫാമിലി? മോദി കെയർ ഫാമിലി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയൊരു ഫാമിലിയാണ്, ബിഗ്. കാരണം അവിടെ പല രീതിയിലുള്ള, പല നാടുകളിലുള്ള, പല ഭാഷകൾ സംസാരിക്കുന്ന, വ്യത്യസ്ത രാഷ്ട്രീയ ടേസ്റ്റുകളുള്ള, വ്യത്യസ്ത മത ജാതി വ്യത്യാസങ്ങളുള്ള എല്ലാവരും കൂടി ചേർന്നുകൊണ്ടുള്ള പോസിറ്റീവ് തിങ്കേഴ്സിന്റെ ഒരു കൂട്ടായ്മയാണ് മോദി കെയർ ഫാമിലി എന്ന് പറയുന്നത്. കാരണം ആ ഒരു ഫാമിലിയിലെ ഒരു അംഗമായതിൽ നമ്മൾ ഓരോരുത്തരും എപ്പോഴും അഭിമാനിക്കുന്നവരായിട്ട്, അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള തോട്ടുകളാണ് നമ്മളവിടെ പങ്കുവയ്ക്കുന്നത്. വൈ ജോയിനിങ് മോദി കെയർ ഫാമിലി എന്നുള്ളതിന്റെ ഉത്തരം വളരെ ലളിതമായിട്ട് ഇവിടെ രണ്ടു വാക്കുകൾ കൊടുക്കുന്നത് റിവാർഡിങ് ആൻഡ് കെയറിങ്. ആ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ റിവാർഡിങ് ഫാമിലിയുമാണ്, കെയറിങ് ഫാമിലിയുമാണ്. ആ ഒരു ഫാമിലിയിലേക്കാണ് നമ്മൾ ഓരോരുത്തരും കടന്നു വന്നിരിക്കുന്നത്. സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് കോമ്പൻസേഷൻ പ്ലാൻ, നമ്മുടെ പ്ലാൻ നമുക്ക് സിമ്പിൾ ആയിട്ട്, വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ളതാണ്. ഏൺ അപ് ടു 70% ഓഫ് കമ്മീഷണബിൾ വോളിയം ഓഫ് ദ ഹോൾസെയിൽ പ്രൈസ്, നമ്മുടെ ഹോൾസെയിൽ പ്രൈസിന്റെ 70% വരുന്ന CV കമ്മീഷണബിൾ വോളിയം നമുക്ക് ലഭിക്കുന്നു. ഇൻഡസ്ട്രി ലീഡിംഗ് ലോയൽറ്റി പ്രോഗ്രാം, അതായത് ലോയൽറ്റി പ്രോഗ്രാം എന്ന മഹത്തായ ഒരു പ്രോഗ്രാം, അതായത് നമുക്ക് 25% നമ്മുടെ ലൈഫ് ലോങ് ലഭിക്കാവുന്ന രീതിയിൽ നമ്മളുടെ ലോയൽറ്റി പ്രോഗ്രാം നമുക്ക് ഈ പ്രോഗ്രാമിലുണ്ട്. ഗെറ്റ് പെയ്ഡ് 5 times a month, അതും വളരെ കാര്യമാണ്. നമ്മുടെ ഒരു വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സാലറി ക്രെഡിറ്റ് ആവുന്നത് മന്ത്ലി ഒരു പ്രാവശ്യമാണ്, അല്ലെ? നമുക്കതൊക്കെ വരുമ്പോൾ വളരെ സന്തോഷമാണ്. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് തീർന്നു കഴിയുമ്പോൾ സങ്കടവുമാണ്. അപ്പോഴൊക്കെ നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്, വീണ്ടും വീണ്ടും സാലറി വന്നിരുന്നെങ്കിൽ. സാലറി ക്രെഡിറ്റ് ആവുന്ന, നമ്മുടെ ഇപ്പൊ ഗൂഗിൾ പേയിലൊക്കെ ക്രെഡിറ്റ് ആവുന്ന സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, സന്തോഷമാണ്. ഇവിടെ നമുക്ക് മാസത്തിൽ 5 പ്രാവശ്യം പേയ്മെന്റ് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു കോമ്പൻസേഷൻ പ്ലാനാണ് കമ്പനി നമുക്ക് വേണ്ടി അവതരിപ്പിച്ചിരിക്കുന്നത്. ആഴ്ചയിൽ ഒരു പ്രാവശ്യവും, അതുകൂടാതെ ആഴ്ചയിൽ 1 വീതം 4 ആഴ്ചയിൽ 4 തവണയും മാസത്തിലുള്ള ഒരു പേയ്മെന്റ് കൂടി മാസം 5 പ്രാവശ്യം നമുക്ക് പേയ്മെന്റ് ലഭിക്കുന്നു. അച്ചീവ് ഹയസ്റ്റ് ടൈറ്റിൽ ജസ്റ്റ് 6 legs, നമുക്ക് ഒരുപാട് ടീംസ് ഡെവലപ്പ് ചെയ്യാതെ 6 ലെഗുകൾ കൂടെ, അതായത് നമ്മുടെ അറ്റ് ടോപ്പിലേക്കുള്ള ജേണി എന്ന് പറയുന്നത് സിംപ്ലിഫൈങ് ചെയ്താക്കണം, നമുക്ക് വളരെ ഈസി ആക്കി മാറ്റിയിരിക്കുന്ന പ്ലാനാണ് നമ്മുടെ കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ നമുക്ക് നമ്മുടെ ഇൻഫിനിറ്റ് ഡെപ്തിൽ നിന്നും വിത്തിൽ നിന്നും നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നു. നമ്മുടെ അപ്ലൈൻ ഡൗൺലൈൻ ബന്ധം എന്ന് പറയുന്നത് പരസ്പരം സഹകരിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുമുള്ള ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് സഹകരണ മനോഭാവത്തോടുകൂടി മ്യൂച്വൽ ഗ്രോത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ബിഗ് ഫാമിലിയാണ് മോദി കെയർ ഫാമിലി. ആൻഡ് കെയറിങ്, നമ്മുടെ അനേകായിരങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ ത്രൂ മോദി കെയർ ഫൗണ്ടേഷനിലൂടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന അവസരമാണ്, വഴിയാണ് ദ ന്യൂ വേ മോദി വേ. നമ്മൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഏതൊരു ബിസിനസ്സിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നതെങ്കിലും അതിന്റെ പാരമ്പര്യം എന്താണ്, അതിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം. ലെഗസി, നമ്മൾ എന്തായാലും അതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ശരിക്കും ഓവർ 92 years ലെഗസി, അതായത് 92 വർഷത്തിലധികം പാരമ്പര്യമുള്ള ഒരു വലിയൊരു കമ്പനിയാണ് നമ്മളെ ഈ അവസരത്തിലേക്ക്, നമ്മുടെ മുന്നിലേക്ക് അവസരം നീട്ടിയിരിക്കുന്നത്. മോദി എന്റർപ്രൈസസ്, എ multi-billion-dollar global conglomerate, was founded in 1933 by റായ് ബഹദൂർ ഗുജർമാൻ.
ഭായ് ബഹദൂർ ഗുജർലാൽ മോദി എന്ന് പറയുന്ന വ്യക്തി, മഹാനായ വ്യക്തി, 1933 കാലഘട്ടങ്ങളിൽ ആരംഭിച്ച വലിയൊരു ബിസിനസ് ഗ്രൂപ്പാണ് മോദി എന്റർപ്രൈസസ്. അത് അദ്ദേഹത്തിന്റെ വിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ ഫേസ്, അദ്ദേഹത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ഈ ഒരു വലിയൊരു കമ്പനിക്ക് തുടക്കം കുറിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ കെ മോദിയിലൂടെ ഈ കമ്പനി പടിപടിയായി വളർന്ന് ഏകദേശം 120-ലധികം വരുന്ന രാജ്യങ്ങളിൽ, വേൾഡ് വൈഡുള്ള രാജ്യങ്ങളിലെ വിജയത്തിന്റെ വലിയ കൂടി പാറിച്ചു കൊണ്ടുപോകുന്ന വലിയൊരു ബിസിനസ് ഗ്രൂപ്പാണ് നമ്മുടെ മുന്നിലേക്ക് ഒരു അവസരം, ഈ ഒരു ന്യൂ വേ മോദി വേ അവതരിപ്പിക്കുന്നത്. നമ്മുടെ വിഷണറി ലീഡർ സമീർ കെ മോദി, സമീർ കൃഷ്ണൻ മോദി, നമ്മുടെ ആരാധനായ നമ്മുടെയൊക്കെ സമീർ ജി, അദ്ദേഹമാണ് നമ്മുടെയൊക്കെ ലൈഫിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി സാധാരണക്കാരെ അസാധാരണക്കാരെ മാറ്റിക്കൊണ്ട് അവർക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിക്കണമെന്ന കാഴ്ചപ്പാടോടുകൂടി ഈ ഒരു അവസരം നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. കോൾ ദ ന്യൂ വേ മോദി വേ. അതുകൂടാതെ തന്നെ മോദി വേ ഇസ് എ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇസ് എ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. അവിടെ പ്രൊഡക്റ്റിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. നമ്മുടെ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ആത്മാവിനെ വരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ടെക്നോളജി, സയൻസ്, റിസർച്ച്, ഇന്നോവേഷൻ, ഫങ്ഷണാലിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി, ഇതുകൊണ്ടെല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രൊഡക്ട്സ് ആണ് കമ്പനി നമ്മൾക്ക് വേണ്ടി ഇറക്കിയിരിക്കുന്നത്. റീസെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള ബ്യൂട്ടി കൺസെപ്റ്റിലുള്ള ഫോറസ്റ്റ് നെക്ടർ, നമ്മുടെ വെയിറ്റ് മാനേജ്മെന്റ്, ഷേപ്പ് ഷിഫ്റ്റ്, നമുക്ക് വെൽത്തും ഹെൽത്തും ഉള്ള ജനതയായി നമ്മളെല്ലാം മാറ്റണമെന്ന കാഴ്ചപ്പാടോടുകൂടി വന്നിട്ടുള്ള ഷേപ്പ് ഷിഫ്റ്റ് വെയിറ്റ് മാനേജ്മെന്റ് സൊല്യൂഷൻ ആൻഡ് കിച്ചൺ സൊല്യൂഷൻ ആയിട്ടുള്ള സോൾ ഷേപ്പ്. അത് കൂടാതെ തന്നെ നമ്മളുടെ മുൻപുണ്ടായിരുന്ന കാറ്റഗറീസ്, വെൽ കാറ്റഗറി, അർബൻ കളർ, സോഗ, മൂഡിക്കർ, എൻവറോച്ചിപ്പ്, മൂഡിക്കർ എൻവറോ ഗ്ലോബ്, മൂഡിക്കർ കുക്കോ എയർ പ്യൂരിഫയർ, വെലോസിറ്റി, ഫുഡ് ഓഫ് ദി എർത്ത്, ഫ്രഷ് മൊമെന്റ്, എക്സ്റ്റൻഷൻ, സലൂൺ, സോൾ ഫ്ലവേഴ്സ്, മൂഡിക്കർ അഗർബത്തി, ഹോം കെയർ, വാഷ്മേറ്റ്, ഓട്ടോ കെയർ, സോഫ്റ്റ് വാഷ്, എസ് എം വാച്ചസ്, അമോലി, ആക്ടിവിറ്റി, അങ്ങനെ നിരവധിയായ ഏകദേശം 14-15 കാറ്റഗറിയിൽ പെടുന്ന ഉൽപ്പന്നങ്ങളിലൂടെ 750-ലധികം പെടുന്ന ഉൽപ്പന്നങ്ങളിലൂടെയാണ് കമ്പനി നമ്മളുടെ മാർക്കറ്റിംഗ് ചെയ്യുന്നതിനുള്ള അവസരം നമുക്ക് നൽകിയിരിക്കുന്നത്. ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, അതിനെല്ലാത്തിനും ഉപരി 100% ഗ്യാരണ്ടിയോടുകൂടി, മണി ബാക്ക് ഗ്യാരണ്ടിയോടുകൂടി, സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടിയോടുകൂടി മറ്റൊരു കമ്പനിക്കും അവകാശപ്പെടാനില്ലാത്ത രീതിയിലുള്ള 100% ഗ്യാരണ്ടി ഉറപ്പ് നൽകിക്കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളാണ് കമ്പനി നമ്മളുടെ മുന്നിലേക്ക് നമ്മുടെ മാർക്കറ്റിനായി എത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള അവസരമാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഇസ് കോൾഡ് ദ ന്യൂ വേ മോദി വേ. ചൂസ് യുവർ പാത്ത്. നമുക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുവാനായിട്ട് 2 വഴികളിലൂടെ നമുക്ക് കടന്നു വരാം. മോദി കെയർ അഡ്വൈസർ ആൻഡ് പ്രിഫേർഡ് കസ്റ്റമർ. മോദി കെയർ അഡ്വൈസർ എന്ന് വെച്ചാൽ ഉപദേശകൻ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവരുടെ സമ്പത്തിനും ആരോഗ്യത്തിനും വേണ്ട ഉപദേശങ്ങൾ നൽകുവാൻ കഴിയുന്നവരായി നമ്മൾ മാറാൻ കഴിയുക എന്നുള്ളത് വളരെയേറെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ്, അല്ലെ? നമ്മളുടെ നെയ്ബേഴ്സിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റ് ഉള്ളവരുടെയോ ഒക്കെ ലൈഫിൽ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് അവരുടെ വെൽത്ത് ആൻഡ് ഹെൽത്ത്. ആ ഒരു കാര്യങ്ങളിൽ വേണ്ട അഡ്വൈസ് കൊടുക്കാൻ കഴിയുന്ന ഉപദേശകനായി മാറാൻ നമ്മൾക്ക് കഴിയുക എന്നുള്ളത് വളരെയേറെ വലിയ കാര്യമാണ്. ആ പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ, അഡ്വൈസർ എന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങുകളിലൂടെ നമ്മൾക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ കഴിയുന്ന ഒരു അവസരമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ആ അഡ്വൈസർ എന്ന ഒരു പദവിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൂടെ ലഭിക്കുന്ന റീറ്റെയിൽ പ്രോഫിറ്റ് 33% വരുന്ന റീറ്റെയിൽ പ്രോഫിറ്റ്, റോയൽറ്റി റിവാർഡ് പ്രോഗ്രാം നമുക്ക് 25% വരുന്ന ലൈഫ് ലോങ് ലഭിക്കാവുന്ന രീതിയിലുള്ള ലോയൽറ്റി റിവാർഡ്സ് പ്രോഗ്രാം നമുക്ക് ലഭിക്കുന്നു. ബൈ പ്രോഡക്ട്സ് അറ്റ് ലോവർ ദാൻ ഹോൾസെയിൽ പ്രൈസ്. നമ്മൾ ബണ്ടിൽ പാക്സ് വാങ്ങിക്കുന്നതിലൂടെ, ഒരുമിച്ചുള്ള പാക്കുകൾ വാങ്ങിക്കുന്നതിലൂടെ ഹോൾസെയിൽ പ്രൈസിനേക്കാൾ കുറഞ്ഞ വിലയിൽ നമ്മൾക്ക് ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നു. ഫ്രീ പ്രൊഡക്റ്റ് ഓഫ് ദ മന്ത്. നമുക്കൊരു മാസത്തിൽ പ്രൊഡക്ട്സോ ആയിട്ടുള്ള കമ്പനി അനൗൺസ് ചെയ്യുന്ന രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഫ്രീ ആയിട്ട് ലഭിക്കാൻ കഴിയുന്ന അവസരം നമുക്കവിടെ ലഭിക്കുന്നു. പേഴ്സണൽ വെബ്സൈറ്റ്. നമുക്ക് ആ ഒരു വെബ്സൈറ്റ് ത്രൂ നമ്മൾക്ക് ഓൺലൈൻ ഷോപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ പരിചയത്തിലുള്ള വ്യക്തികളെ ഓൺലൈനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന, അതിലൂടെ 33% വരുന്ന റീറ്റെയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള പേഴ്സണൽ വെബ്സൈറ്റ് നമുക്കിവിടെ ലഭിക്കുന്നു. ആൻഡ് ബോണസസ് ആൻഡ് കമ്മീഷൻസ്. അത് നമുക്ക് അക്കൗണ്ട് ത്രൂ ലഭിക്കുന്ന ബോണസ് ആയിട്ടും കമ്മീഷനായിട്ടും അക്കൗണ്ട് ത്രൂ വരുമാനം ലഭിക്കുന്നത്, അതായത് മാസത്തിൽ 4 വീക്ക്ലി പേയ്മെന്റും ഒരു മന്ത്ലി പേയ്മെന്റും ലഭിക്കുന്ന രീതിയിലുള്ള കമ്മീഷൻ ലഭിക്കുന്ന രീതിയിലുള്ള വരുമാനം നമുക്ക് ഇവിടെ അവസരം നമുക്ക് ലഭിച്ചിരിക്കുന്നു. പ്രിഫേർഡ് കസ്റ്റമർ എന്ന രീതിയിലാണ് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരുന്നതെങ്കിൽ ലാസ്റ്റ് പറഞ്ഞ പേഴ്സണൽ വെബ്സൈറ്റ് ആൻഡ് ബോണസ് കമ്മീഷൻ നമുക്കിവിടെ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ആ ഒരു രീതിയിലേക്ക് പോകാതെ മോദിക്ക് അഡ്വൈസർ തന്നെ സജസ്റ്റ് ചെയ്തുകൊണ്ട്
അത് തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് ആ ഒരു രീതിയിൽ ആ പേരിനെ, ഞാൻ നേരത്തെ പറഞ്ഞു ആ പേരിന്റെ അർത്ഥം ആ അർത്ഥവത്തായ രീതിയിൽ തന്നെ നമ്മുടെ ആ ഒരു വർദ്ധിപ്പിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമുക്കൊരു ബിസിനസ്സിലൂടെ ലഭിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ലീഡേഴ്സ് ആയാലും നമ്മുടെ കമ്പനി ആയാലും ആ രീതിയിലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസിലൂടെ നമ്മളെ ശരിയായ ഒരു ഉപദേശകനാക്കി മാറ്റുന്ന ഒരു മഹത്തായ ഒരു പ്രസ്ഥാനത്തിന് മുന്നിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ദ ന്യൂ വേ, മോദി വേ. മോദി വേ കോമ്പൻസേഷൻ പ്ലാൻ. നമുക്ക് വരുമാനം, ഏതൊരു ബിസിനസ് ആയാലും നമ്മളുടെ വരുമാന സാധ്യതകൾ നമ്മൾ കൂടുതൽ ചകഞ്ഞു പോകാറില്ല. അതിന് വരുമാന സാധ്യതകൾ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഈ പ്രവർത്തിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ ഒരു കോമ്പൻസേഷൻ പ്ലാൻ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന സിമ്പിൾ സ്റ്റെപ്സിലൂടെ നമുക്കത് നമ്മുടെ കമ്പനി വിവരിച്ചു തരുന്നു. ലോയൽറ്റി റിവാർഡ്സ് പ്രോഗ്രാം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. നമുക്ക് അതൊരു മഹത്തായ ഒരു പ്രോഗ്രാം തന്നെയാണ്. ശരിക്കും നമ്മൾ ഇത്രയും നാളും പല പല ഷോപ്പുകളിൽ നിന്ന് പല പല കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നു. FMCG, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് ആണ് ഉപയോഗിക്കുന്നു. അല്ലാതെയുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നു. അത് അവിടെ കഴിഞ്ഞു. പക്ഷെ ഇവിടെ നമ്മുടെ ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് 100% ഗ്യാരണ്ടിയുള്ള ഉൽപ്പന്നങ്ങൾ, ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നതിലൂടെ ഒരു ലോയൽ കസ്റ്റമറായി മാറിക്കഴിഞ്ഞാൽ, അതായത് സ്ഥിരം നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ലൈഫ് ലോങ് 25% വരുന്ന തുകയുടെ ഉൽപ്പന്നങ്ങൾ തികച്ചും ഫ്രീ ആയിട്ട് ലഭിക്കാൻ കഴിയുന്ന രീതിയിലുള്ള മഹത്തായ ഒരു പ്രോഗ്രാമാണ് ലോയൽറ്റി റിവാർഡ്സ് പോയിന്റ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത് ഒരു മേഖലകളിൽ നമുക്ക് കേട്ട് കേൾവി പോലും ഉണ്ടാവില്ല. അത്രയ്ക്ക് സിമ്പിൾ ആയിട്ട് ശരിക്കും സ്മാർട്ട് വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് അല്ല ഉദ്ദേശിക്കുന്നത്, എപ്പോഴും സ്മാർട്ട് വർക്കാണ്. നമ്മൾ ബുദ്ധിപരമായ രീതിയിൽ കാര്യങ്ങൾ പഠിച്ച് ചിന്തിച്ചിട്ട് ചെയ്യുന്നതാണ് ബിസിനസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ പ്രോഫിറ്റ് ലഭിക്കുന്നത്. ഇവിടെ ഈ ഒരു പ്ലാൻ പ്രകാരം നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട് 1 മുതൽ 3 വരെയുള്ള മാസങ്ങളിൽ നമുക്ക് 10% ലഭിക്കുന്നു. 4 to 6 മന്ത് വരെ നമുക്ക് 15% ലഭിക്കുന്നു. 7 to 8, 9 വരെ നമുക്ക് 20% ലഭിക്കുന്നു. ആൻഡ് 10 and more നമുക്ക് 25% ലഭിക്കുന്നു. അവിടെ നമുക്ക് ലൈഫ് ലോങ് നമുക്ക് ലഭിക്കുന്നത് 25%. ഈ ഒരു സ്വാബിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ലോയൽറ്റി പോയിന്റ്സ് ലഭിക്കുന്നത്. അത് നമുക്ക് CV ബേസിൽ തന്നെ കൺവേർട്ട് ചെയ്തുകൊണ്ട് റിഡീം ചെയ്യാവുന്ന രീതിയിലുള്ള പ്രോഗ്രാമാണ് അവിടെ ലഭിക്കുന്നത്. ശരിക്കും നമ്മൾ ഇതിന്റെ കൃത്യമായ രീതിയിൽ കണക്ക് പഠിച്ച് പ്ലാൻ ചെയ്തിട്ട് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ ഏകദേശം 50%-അധികം വരുന്ന തുകയുടെ ഉൽപ്പന്നങ്ങൾ തികച്ചും ഫ്രീ ആയിട്ട് എല്ലാ മാസവും നമുക്ക് ലഭിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വളരെ അത്ഭുതകരമായ രീതിയിലുള്ള ഒരു ലോയൽറ്റി റിവാർഡ്സ് പ്രോഗ്രാമാണ് കമ്പനി നമ്മളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചൊന്ന് പഠിക്കാനും ആ കണക്കുകളൊന്ന് മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാകണം. അതിനുവേണ്ടി കുറച്ച് സമയം നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് നമുക്ക് ലഭിക്കാവുന്ന 25% എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോൾസെയിൽ പ്രൈസിന്റെ 50%-അധികം വരുന്ന രൂപയും ഈ ഒരു പ്രോഗ്രാമിലൂടെ മാത്രം നമുക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന മഹത്തായ ഒരു പ്രോഗ്രാമാണ് ലോയൽറ്റി റിവാർഡ്സ് പ്രോഗ്രാം. അത് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ദ ന്യൂ വേ, മോദി വേ. നമുക്ക് അടുത്തത് ലഭിക്കുന്ന വരുമാനം റീറ്റെയിൽ പ്രോഫിറ്റ്. അതായത് നമുക്ക് ഏകദേശം 33% നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കും. നമ്മൾ വാങ്ങുന്ന ഹോൾസെയിൽ പ്രൈസിന്റെ 33% നമുക്ക് നോർമലി നമ്മുടെ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ നമുക്കറിയാം നമ്മുടെ റീറ്റെയിൽ ഷോപ്പുകാരിൽ ലഭിക്കുന്ന ഏകദേശം 3%, 4%, അല്ലെങ്കിൽ 5%. അത്രയൊക്കെ മാർജിനിലാണ് അവർ അവിടെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് കമ്പനി നമ്മുടെ മഹത്തായ ഒരു അവസരത്തിലൂടെ നമുക്ക് ഓഫർ ചെയ്യുന്നത് 33%. ഇത് വളരെ വലിയൊരു പ്രോഫിറ്റ് തന്നെയാണ് നമ്മുടെ കമ്പനി ഓഫർ ചെയ്യുന്നത്. 33% നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റിൽ മാത്രം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാനാണ്. അതാണ് ദ ന്യൂ വേ, മോദി വേ. അടുത്തത് നമ്മളുടെ ഷെയറിംഗ് ബോണസ്. നമുക്ക് അക്കൗണ്ട് ത്രൂ ലഭിക്കുന്നത് പെയ്ഡ് വീക്കിലി. നേരത്തെ പറഞ്ഞാൽ നമുക്ക് അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആവുന്ന സൗണ്ട് കേൾക്കുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. അത് എല്ലാ ആഴ്ചയിലും ആ ഒരു രീതിയിലേക്ക് നമ്മളുടെ ബിസിനസ്സിലൂടെ നമുക്ക് വരുമാനം നേടാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ബോണസാണ് ഷെയറിംഗ് ബോണസ്. അതിന് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന് നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമായ FMCG ഉൽപ്പന്നങ്ങളാണെങ്കിലും മറ്റു ഉൽപ്പന്നങ്ങളെ നമ്മൾ ഈ കമ്പനിയിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കാൻ തയ്യാറാവും. നമ്മളുടെ പേഴ്സണൽ പർച്ചേസ്, പേഴ്സണൽ CV ഏകദേശം 2000 എന്ന രീതിയിൽ മിനിമം 2000 എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള നമ്മൾക്ക് രക്ഷപ്പെടുത്തണം എന്ന് നമ്മൾക്ക് ആഗ്രഹമുള്ള, രക്ഷപ്പെടണമെന്ന് സ്വയം ആഗ്രഹമുള്ള നമ്മളുടെ പരിചയക്കാരെയോ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയൊക്കെ ഈ ബിസിനസ്സിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം എന്ന ഒരു വിശ്വാസം അവർക്ക് നൽകിക്കൊണ്ട് അവരെ നമുക്ക് ബിസിനസ്സിലേക്ക് സ്വാഗതം ചെയ്യാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ലെവലിൽ വരുന്ന വ്യക്തിയുടെ പേഴ്സണൽ പർച്ചേസിന്റെ 20%, സെക്കൻഡ് ലെവലിൽ വരുന്ന വ്യക്തിയുടെ ടീംമേറ്റ്സിന്റെ പേഴ്സണൽ പർച്ചേസിന്റെ 10% നമുക്ക് എല്ലാ ആഴ്ചയിലും ലഭിക്കുന്ന രീതിയിലുള്ള ഒരു
വരുമാന അവസരമാണ് ഷെയറിംഗ് ബോണസിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അത് നമ്മൾ കൂടെ അവതരിപ്പിക്കുന്ന അവസരമാണ് ദ ന്യൂ വേ മോദി വേ. ട്രിപ്പിൾ പവർ ബോണസ് പെയ്ഡ് വീക്കിലി. അത് ആ ഒരു ബോണസ് അതും ആഴ്ചയിലാണ് നമുക്ക് ലഭിക്കുന്നത്. ആ ഒരു ബോണസ് ലഭിക്കുന്നതിന് അത് നമ്മളുടെ ടീമിന്റെ നമ്മുടെ ടീമിന്റെ സ്ട്രക്ചറിന് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ബോണസാണ് ട്രിപ്പിൾ പവർ ബോണസ്. അതായത് നമ്മുടെ ഫ്രണ്ട് ലൈൻ ഗ്രൂപ്പ് CV, നമ്മളുടെ ഫസ്റ്റ് ലെവലുള്ള മെമ്പേഴ്സും നമ്മളും കൂടി ചെയ്യുന്ന ടോട്ടൽ CV അതാണ് നമ്മുടെ ഫ്രണ്ട് ലൈൻ ഗ്രൂപ്പ് CV എന്ന് പറയുന്നത്. അത് മിനിമം 18,000 വരിക. നമ്മളുടെ പേഴ്സണൽ CV 2,000 നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. നമ്മളുടെ ഫ്രണ്ട് ലൈനിൽ മിനിമം 3 പേരെങ്കിലും 2,000 CV വെച്ചിട്ട് മിനിമം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഫസ്റ്റ് മൈൽ സ്റ്റോൺ ക്വാളിഫൈഡ് ആകുന്നു. നമ്മൾക്ക് കമ്പനി ആ ആഴ്ച തന്നെ 2,000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ നമുക്ക് ലഭിക്കുന്നു. അതാണ് നമ്മുടെ ട്രിപ്പിൾ പവർ ബോണസിലെ ആദ്യത്തെ വരുമാനം. തുടർന്ന് നമ്മുടെ താഴെ നമ്മുടെ ടീമിലേക്ക് വന്നിട്ടുള്ള ആ 3 പേരിൽ, ആ ഫസ്റ്റ് ലെവലിലുള്ള 3 പേരിൽ ആരെയെങ്കിലും 3 പേരെ, മിനിമം 3 പേരെ ഈ 2,000 രൂപ ഫസ്റ്റ് മൈൽ സ്റ്റോണിലേക്ക് ക്വാളിഫൈ ചെയ്യിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് സെക്കൻഡ് മൈൽ സ്റ്റോണിലുള്ള 5,000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ ലഭിക്കുന്നു. നമ്മുടെ ഈ അടുത്ത 3 പേരെ ഈ 5,000 രൂപ വാങ്ങുന്ന രീതിയിൽ മൈൽ സ്റ്റോൺ 2 ആ ഒരു ക്വാളിഫൈഡ് സെക്ഷനിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 25,000 നമ്മുടെ അക്കൗണ്ടിൽ ലഭിക്കും. അങ്ങനെ ലഭിക്കാൻ കഴിയുന്ന നമ്മുടെ ടീമിന്റെ സ്ട്രക്ചറിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ആ ടീം സ്ട്രക്ചർ ശ്രദ്ധിച്ചുകൊണ്ട്, നമ്മളുടെ താഴെ വരുന്നവരെ വിജയിപ്പിച്ചുകൊണ്ട് നമ്മൾക്കും വരുമാനം നേടാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ബോണസാണ് ട്രിപ്പിൾ പവർ ബോണസ്. അത് നമുക്ക് ആഴ്ചയിൽ ലഭിക്കുന്നു. അത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന അവസരമാണ് ദ ന്യൂ വേ മോദി. അടുത്ത നമുക്കാണ് മോദി വേ ടീം ബോണസ്. അത് വളരെയേറെ പ്രാധാന്യത്തോടു കൂടിയാണ് കമ്പനി നമ്മുടെ അവതരിപ്പിക്കുന്നത്. കാരണം ഇന്ന് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന വ്യക്തിക്ക് പോലും വരുമാനം ലഭിക്കാൻ കഴിയുന്ന രീതിയിൽ ഉള്ള ഒരു പ്ലേസ്മെന്റ് സ്ട്രക്ചറാണ് കമ്പനി അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് പുതിയതായിട്ട് ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള വ്യക്തിക്ക് പോലും അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ലെവലിന്റെ പുതിയതായിട്ട് വന്ന ഒരു വ്യക്തി നമ്മൾ വിളിക്കുന്ന പേരാണ് അഡ്വൈസർ. അദ്ദേഹം 1,000 CV ചെയ്യുമ്പോൾ അദ്ദേഹം അഡ്വൈസറായിട്ട് മാറുന്നത്. അങ്ങനെ ചെയ്തിട്ടുള്ള വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ലെവലിലെ CV-യുടെ 2% ലഭിക്കുന്നു. നമ്മുടെ ഗ്രൂപ്പ് CV, നമ്മുടെ ടീം കൂടി ചെയ്ത ഗ്രൂപ്പ് CV 10,000 ആയിക്കഴിഞ്ഞാൽ നമ്മൾ സീനിയർ അഡ്വൈസർ ആകുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലെവൽ, ഫസ്റ്റ് ലെവലിലെ 2%, സെക്കൻഡ് ലെവലിലെ 4% നമുക്ക് ടീം ബോണസ് ആയിട്ട് ലഭിക്കുന്നത്. അത് മന്ത്ലിയാണ് നമുക്ക് ലഭിക്കുന്നത്. അത് നമുക്ക് സിൽവർ ഡയറക്ടർ, അത് നമ്മൾ 20,000 ഗ്രൂപ്പ് CV വന്നു കഴിഞ്ഞാൽ നമ്മൾ സിൽവർ ഡയറക്ടർ ആവുന്നു. അപ്പോൾ നമുക്ക് 3 ലെവൽസിൽ നിന്ന് 2%, 4%, 4%, അങ്ങനെ 3 ലെവലിൽ നിന്ന് നമുക്ക് വരുമാനം ലഭിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഗോൾഡ് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ നമുക്ക് 4 ലെവൽ ലഭിക്കുന്നു. പിന്നെ പ്ലാറ്റിനം ഡയറക്ടർ ഉണ്ട്, സഫയർ ഡയറക്ടർ ഉണ്ട്, റൂബി ഡയറക്ടർ ഉണ്ട്, എമറാൾഡ് ഡയറക്ടർ ഉണ്ട്, ഡയമണ്ട് ഡയറക്ടർ ഉണ്ട്, യെല്ലോ ഡയമണ്ട് ഡയറക്ടർ ഉണ്ട്, ബ്ലൂ ഡയമണ്ട് ഡയറക്ടർ ഉണ്ട്, ഗ്ലോബൽ ഡയമണ്ട് ഡയറക്ടർ. ഈ ഒരു പൊസിഷനിലൊക്കെ പോകുന്നതോറും നമ്മുടെ ടീം സ്ട്രെങ്ത്തിന്റെ അടിയിലേക്ക് ഉള്ള ലെവലിൽ നിന്ന് വരുമാനം കൂടുതൽ ലഭിക്കുന്ന രീതിയിലുള്ള പ്ലേസ്മെന്റ് സ്ട്രക്ചറാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആദ്യത്തെ ലെവലിൽ 2% ആണ് കാണിച്ചേക്കുന്നത്. വീണ്ടും താഴേക്ക് പോകുമ്പോൾ അത് പെർസെന്റേജ് എമൗണ്ട് കൂടി 4% ആയി, പിന്നെ അത് 5% ആകുന്നുണ്ട്, പിന്നെ 6% ആകുന്നുണ്ട്. താഴേക്ക് പോകുന്നതോറും പേഴ്സൻറ്റേജ് കൂടിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ടീമിന്റെ സ്ട്രെങ്ത് വെച്ചിട്ട് നമ്മുടെ ടീം താഴേക്ക് പോകുന്നതും നമ്മുടെ മെമ്പേഴ്സിന്റെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കും. ആ ട്രിപ്പിൾ പവർ ബോണസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ നമ്മളത് കണ്ടതായിരുന്നു. ആദ്യത്തെ 3 പേര്, പിന്നീട് അവർ വരുമ്പോൾ അവിടെ താഴെ 9 പേരായി, പിന്നെ 27 പേരായി. അങ്ങനെ ലെവൽസ് താഴേക്ക് പോകുന്തോറും അവിടെ ടീം മെമ്പേഴ്സിന്റെ എണ്ണവും കൂടും, നമ്മുടെ പേഴ്സൻറ്റേജിന്റെ വലിപ്പവും കൂടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വരുമാനം വലിയ രീതിയിൽ ഉയർന്ന വരുമാനം നേടാൻ കഴിയുന്ന രീതിയിലുള്ള പ്ലേസ്മെന്റ് സ്ട്രക്ചറാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. സ്കോൾ ദ ന്യൂ വേ മോദി വേ. അടുത്തത് ലീഡർഷിപ്പ് ടൂൾസ്. ശരിക്കും ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ PCV, പേഴ്സണൽ CV-യെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്, കമ്മീഷണബിൾ വാല്യൂവിനെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ ഇനി അങ്ങോട്ട് ലീഡർഷിപ്പ് ടൂൾസിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ CV അല്ല, കമ്പനിയുടെ ടേൺ ഓവർ എത്രയാണോ, നമ്മുടെ കമ്പനിയുടെ ഒരു മാസത്തെ ടോട്ടൽ CV എത്രയാണോ അതിനനുസൃതമായിട്ട് അതിനെ ആസ്പദമാക്കിക്കൊണ്ട് അതിന്റെ 7.25% കമ്പനിയുടെ ടോട്ടൽ CV-യുടെ നമുക്ക് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ലീഡർഷിപ്പ് ടൂൾ. ഇത് നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം വലിയ ഫിഗറിലേക്ക്, വലിയൊരു എമൗണ്ടിലേക്ക് നമ്മുടെ വരുമാനത്തെ കൊണ്ടുപോകുന്ന വലിയൊരു ബോണസാണ് ലീഡർഷിപ്പ് ടൂൾസിൽ നമുക്ക് ലഭിക്കുന്നത്. അത് നമുക്ക് ബിൽഡർ ബോണസ് നമുക്ക് 1.25% ലഭിക്കുന്നു.
ലീഡർഷിപ്പ് പെർഫോമൻസ് ബോണസ് നമുക്ക് 2% ലഭിക്കുന്നു. എലൈറ്റ് ലീഡർഷിപ്പ് പെർഫോമൻസ് ബോണസ് നമുക്ക് 1% ലഭിക്കുന്നു. യെല്ലോ ഡയമണ്ട് പൂളിൽ നമുക്ക് 1% ലഭിക്കുന്നു. ബ്ലൂ ഡയമണ്ടിൽ നമുക്ക് 1% ലഭിക്കുന്നു. ഗ്ലോബൽ ഡയമണ്ടിൽ നമുക്ക് 1% ലഭിക്കുന്നു. ഇങ്ങനെയാണ് അത് നമുക്ക് വിധിച്ചത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മുടെ ടീം ബോണസ് ആണെങ്കിലും നമ്മുടെ ലീഡർഷിപ്പ് ബോണസ് ആണെങ്കിലും ഇത് ട്രിപ്പിൾ പവർ ബോണസ് ആണെങ്കിലും ഇതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ ഈ സമയം നമുക്ക് പോരാതെ വരും. അപ്പൊ അതിനെക്കുറിച്ച് ചെറിയ രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ കഴിയുന്ന നിങ്ങളുടെ ലീഡേഴ്സുമായിട്ട് അപ്ലൈൻ ലീഡേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഇപ്പൊ നമ്മൾ ആദ്യമേ തുടങ്ങി ജസ്റ്റ് ഒന്ന് റീവൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അവസരത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മളുടെ ലൈഫിൽ നന്നായിട്ട് ജീവിക്കണം എന്ന ആഗ്രഹമുള്ള നമ്മളെല്ലാവരും വഴികൾ തേടുന്നവരാണ്. ആ തിരഞ്ഞെടുക്കുന്ന വഴികളുടെ പ്രാധാന്യത്തെ കുറിച്ച് ആ സ്റ്റോറിയിലൂടെ നമ്മൾ മനസ്സിലാക്കി. ആക്റ്റീവ് ഇൻകവും പാസീവ് ഇൻകത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മുടെ ലൈഫിലുള്ള മാറ്റം, പ്രാധാന്യമുള്ള മാറ്റം എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് നമുക്കത് പ്രതീക്ഷിക്കുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. നമ്മളുടെ ട്രഡീഷണൽ മാർക്കറ്റിംഗും നമ്മളുടെ ന്യൂ വേ മോദി ബിസിനസ് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി. പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കി, നമ്മുടെ കമ്പനിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി, നമ്മുടെ കോമ്പൻസേഷൻ പ്ലാനിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഒരുപാട് ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു പുതിയൊരു അവസരം. ഈ അവസരം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു മനസ്സ് കാണിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് അതിനുള്ള ഒരു ക്ലാസ്സുകളിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു. ക്ലാസ്സുകളെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടതാണ് നമ്മുടെ ഇതുവരെയുള്ള സൂം മീറ്റിംഗ്സ് ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നമ്മുടെ ട്രെയിനിങ് സെഷൻസ്, നമ്മളുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള നന്ദകുമാർ സാർ തുടങ്ങി നമ്മളുള്ള ജോളി സാറ്, ജസൻ സാറ്, സുനിൽ ജോർജ് സാറ്, അങ്ങനെ ഒരുപാട് ലീഡേഴ്സിന്റെ ഭയങ്കരമായ ഒരു അറിവുകൾ നമ്മളിലേക്ക് പകർന്നു തന്നുകൊണ്ട് എങ്ങനെയാണ് വിജയിക്കേണ്ടതെന്ന് പകർന്നു തന്നുകൊണ്ടുള്ള ക്ലാസ്സുകളിലൂടെ നമ്മുടെ അറിവ് വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നേറാൻ കഴിയുന്ന പുതിയൊരു അവസരമാണ്. ഒരുപാട് ജീവിതങ്ങളിൽ ട്രാൻസ്ഫോമിംഗ് ലൈഫ് ഫോർ ഓവർ 28 ഇയേഴ്സ്, 28 വർഷത്തിലധികമായി. ഇപ്പൊ ഈ മാർച്ച് വരുമ്പോൾ ഏകദേശം 29 വർഷത്തോളമായി ഒരുപാട് ജീവിതങ്ങളിൽ അത്ഭുതാവഹമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു അവസരത്തിന് മുന്നിലാണ്. ആ അവസരമാണ് നമുക്ക് ഈ ഒരു പുതിയ വഴി തുറന്നു തരുന്നത്. നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാകട്ടെ എന്ന് അതിനുവേണ്ടിയുള്ള രീതിയിലുള്ള വിജയങ്ങൾ കരസ്ഥമാക്കാൻ ഇവിടെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളോരുത്തരെയും ഈ പുതിയ വഴിയിലേക്ക്, ഈ ന്യൂ വേ, ദ ഓൺലി വേ, ദ മോദി വേ എന്ന ഒരു വഴിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ സെഷൻ അവസാനിപ്പിക്കുന്നു. ബാക്കി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനായിട്ട് നമ്മളുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ജോളി സാർ, അദ്ദേഹം ശരിക്കും എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് പരിചയപ്പെടുത്തിയതും ഈ ബിസിനസ്സിൽ പിടിച്ചു നിർത്തിയ ഒരു വലിയ ശക്തി കൂടിയാണ് ജോളി സാർ എന്ന് പറയുന്നത്. അദ്ദേഹം അത്രയും ടോപ്പിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും നമ്മുടെയൊക്കെ കൂടെ ഇറങ്ങി നിന്നുകൊണ്ട് 1-to-1 മീറ്റിംഗിന് പോലും വിളിച്ചാൽ വരാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഈ ബിസിനസ്സിൽ നല്ലൊരു ലെവലിൽ എത്തിക്കണമെന്ന കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ കൂടെ നിന്ന് നമ്മളെ വിജയത്തിന്റെ കൊടുമുടി കയറാൻ നമ്മളെ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്ന ഗ്രേറ്റ് ലീഡർ ജോളി സേവ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സർ. ഓക്കെ, താങ്ക് യു. വളരെ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. വളരെ സിമ്പിളായിട്ട് പ്രസന്റേഷൻ നടത്തി. അത് മാത്രമല്ല, അവസാനം എല്ലാം ഒന്ന് റീവൈൻഡ് ചെയ്ത് ഒന്നുകൂടി നമ്മുടെ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു. എന്തായാലും എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി. നമ്മുടെ എല്ലാ ലീഡേഴ്സും എസ്പെഷ്യലി പുതിയ നമ്മുടെ കൺസൾട്ടൻസ് ഒക്കെ ഈ ഒരു പ്രസന്റേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും വളരെ സന്തോഷം. വളരെ ഹൃദ്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. സുനിൽജിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതിനോടൊപ്പം എന്നെ പറ്റി പറഞ്ഞ വാക്കുകൾക്കും നന്ദി. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പുതിയ ആളുകൾ ഈ പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കാം. ഇന്നൊരു നല്ലൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അതായത് 270 മേൽ ആളുകൾ നമ്മൾ ഈ പ്രോഗ്രാമിലുണ്ട്. അത് മാത്രമല്ല, മറ്റൊരു പ്രത്യേകത, ഞാൻ ലാപ്ടോപ്പിന് മുമ്പിലാണ് ആയിരിക്കുന്നത്. എല്ലാവരും ചിരിക്കുന്ന മുഖങ്ങൾ നേരിട്ട് കാണാവുന്ന ഒരു സൂപ്പർ പ്രോഗ്രാം. അപ്പൊ നമ്മളുടെ പ്രോഗ്രാമിന്റെ ക്വാളിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇനീഷ്യേറ്റീവ് എടുത്ത എല്ലാ ലീഡേഴ്സിനും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നിങ്ങളാണ് ഈ പ്രോഗ്രാം ഇത്തരത്തിലുള്ള ഒരു വിജയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, 500 പേർക്ക് പങ്കെടുക്കാവുന്ന മഹത്തായ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം. ഇനിയും ധാരാളം ആളുകൾക്ക് ഇതിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരമുണ്ട്. തീർച്ചയായിട്ടും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പോലെ നമ്മുടെ വിജയം ആഗ്രഹിക്കുന്ന, നമ്മളെ ബിസിനസ്സിലേക്ക് കൊണ്ടുപോകുന്ന നമ്മുടെ അപ്ലയൻസും ഏത് സ്ഥലത്തു നിന്നായാലും ഏത് ടീമിൽ നിന്നായാലും എല്ലാവരും ഒരുമിച്ച് വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സപ്പോർട്ടും, ഇതേപോലെ ഇന്ത്യ മുഴുവൻ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സിസ്റ്റംസും, ലോകത്ത് എവിടെ നിന്നും പോലും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള അവസരമൊന്നും
എനിക്ക് തോന്നുന്നു ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മോദി കെയർ അല്ലാതെ വേറെ ഒരു വരുമാന മാർഗം, വേറൊരു അവസരം ഈ ഭൂമിയിൽ ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിയല്ലേ? കാരണം വേറെ ഏത് മേഖലയിൽ നമ്മൾ ജോലി ചെയ്യുമ്പോഴും ബിസിനസ് ചെയ്യുമ്പോഴും അവിടെ നമ്മൾ സ്വന്തം അധ്വാനം കൊണ്ടും സ്വന്തം ബുദ്ധി കൊണ്ടും വേണം അവിടെ വിജയിക്കാൻ. ഇത്തരത്തിലുള്ള സപ്പോർട്ടോ ഹെൽപ്പോ ഒന്നും കിട്ടാറില്ല. വിജയ രഹസ്യങ്ങൾ ആരും പറഞ്ഞു തരാറില്ല. ഇപ്പൊ ചേട്ടനും അനിയനുമാണ് അപ്പുറത്തോ ഇപ്പുറത്തോ ഷോപ്പ് തുറന്നാൽ പോലും കസ്റ്റമർ വരുമ്പോൾ എന്റെ കടയിലേക്ക് വരണമെന്നാണ് എനിക്ക് ആഗ്രഹിക്കുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ മാത്രമാണ് ഈ ഒരു വിൻ വിൻ സിറ്റുവേഷൻ ഉള്ളത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള ഒരു അവസരത്തിൽ വന്നിട്ട് പോലും നമ്മൾ വിജയിച്ചില്ല എങ്കിൽ, നമ്മൾ പ്രവർത്തിച്ചില്ല എങ്കിൽ, നമ്മൾ സുനിൽജി പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചില്ല എങ്കിൽ ഇനി ഇതിന് പകരം വേറെ ഏത് അവസരമാണുള്ളത്? അപ്പൊ തീർച്ചയായിട്ടും നന്നായിട്ട് പ്രവർത്തിക്കുക. എന്റെ പേര് പറഞ്ഞു ജോളി സേവർ എന്നാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. കൊച്ചി തമ്മനത്ത് നിന്നാണ്. സാധാരണ ഒരു പെട്രോൾ പമ്പ് എംപ്ലോയി ആണ് ഞാനും മോദി കെയർ അവസരം പരിചയപ്പെടുന്നത്. ആദ്യത്തെ മോദി കെയർ മീറ്റിംഗിൽ പങ്കെടുത്തപ്പോൾ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഇത്ര മാറ്റം വരുന്ന ഒരു അവസരം ആയത് മാറുമെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിച്ചില്ല. കാരണം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ കഥകളൊക്കെ അത്ഭുതപ്പെടുത്തുന്ന കഥകളായിരുന്നു. അന്നൊക്കെ ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്തിരുന്നത് വിദേശ രാജ്യങ്ങളിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെ വിജയിച്ച ആളുകളുടെ കഥകളൊക്കെയാണ് ഞങ്ങളെ ഇൻസ്പയർ ചെയ്തിരുന്നത്. കാരണം ഞങ്ങൾ മോദി കെയർ ബിസിനസ് ആരംഭിച്ച സമയത്ത് 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന ആളുകളൊന്നും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ കേരളത്തിന് വെളിയിൽ പോകണമായിരുന്നു. പക്ഷെ ഇന്നിപ്പോ അങ്ങനെയുള്ള ആൾക്കാരെ കാണാൻ നിങ്ങൾ വേറെ എങ്കിലും പോകേണ്ട, നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ട്. അത്തരത്തിലുള്ള ഒരാളാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അത് മോദി കെയറിന്റെ ഒരുപക്ഷെ ബുദ്ധിമുട്ടുകളുടെ കാലഘട്ടമായിരുന്നു. കാരണം വിജയിച്ച ആളുകൾ കുറവ്, മൊബൈൽ ആപ്പ് ഇല്ല, മൊബൈൽ ഫോണില്ല, ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ് ഇല്ല, ഉൽപ്പന്നങ്ങളുടെ എണ്ണം കുറവാണ്. അപ്പൊ അങ്ങനെ നിരവധിയായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ. ഇന്ന് വന്നിരിക്കുന്ന ആളുകൾക്കെല്ലാം വളരെ സന്തോഷിക്കാം, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് ഒരുപാട് സപ്പോർട്ട് ഇന്ന് കിട്ടുന്നുണ്ട്. വിജയിച്ച ആൾക്കാർ ധാരാളമുണ്ട്, ഉൽപ്പന്നങ്ങൾ ധാരാളമുണ്ട്, വീട്ടിലിരുന്നുകൊണ്ട് പോലും കാര്യങ്ങൾ പഠിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ശക്തമായിട്ട് പ്രവർത്തിക്കുക. പുതിയ മാർക്കറ്റിംഗ് പ്ലാൻ. പൊതുവെ മോദി കെയറിനോട് വിരോധമുള്ള ചില വ്യക്തികളെങ്കിലും, എസ്പെഷ്യലി അതർ കമ്പനികളിൽ പ്രവർത്തിക്കുന്ന ചില വ്യക്തികൾ പറഞ്ഞു തരുന്നത് മോദി കെയർ നല്ലതാണ്, ജെനുവിനാണ്, നല്ല പൈസ ഉണ്ടാക്കാം, സിനിമകളിൽ പൈസ ഉണ്ടാക്കാം, പക്ഷെ പെട്ടെന്ന് പൈസ വരില്ല എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മോദി കെയർ നോട്ട് ഈസി വേ ഓഫ് മേക്കിംഗ് മണി, ദിസ് ഈസ് ദി ഷുവറസ്റ്റ് ആൻഡ് ഷുവറസ്റ്റ് മേക്കിംഗ് വേ ഓഫ് മണി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. മോദി കെയർ പണം ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പമായ വഴിയല്ല, പക്ഷെ മോദി കെയർ പണം ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും ഉറപ്പായ വഴിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിനോടൊപ്പം ഇപ്പോഴത്തെ മോദി കെയറിന്റെ പ്ലാൻ എന്ന് പറയുന്നത് നന്നായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ ആഴ്ചകൾ തോറും വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതാണ്, അല്ലെ? ഇമ്മീഡിയറ്റ് ഇൻകം, ഒരുപാടൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. വേറൊന്നുമില്ല, നമ്മൾ ഡെയിലി പല്ല് തേക്കുന്ന ആളുകളെയും ഡെയിലി കുളിക്കുന്ന ആളുകളെയും വസ്ത്രങ്ങൾ വൃത്തിയാക്കുന്ന ആളുകളെയും കണ്ടെത്തിയാൽ മാത്രം മതി, അല്ലെ? അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി അവരുടെ ഷോപ്പിംഗ് ഹാബിറ്റ്, അവരെ വാങ്ങുന്ന രീതി, അതൊന്ന് മാറ്റി നമ്മളുടെ ഈ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കണക്ട് ചെയ്താൽ, ക്ലബ് ചെയ്താൽ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുമാനം കിട്ടുന്നു എന്നുള്ളത് നമ്മളെ ഷെയറിംഗ് ബോണസ്, മനോഹരമായ ഒരു ബോണസാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് വരുമാനം വേണ്ട ആളുകൾക്ക് ഷെയറിംഗ് ബോണസും ട്രിപ്പിൾ പവർ ബോണസും ഉണ്ട്. മന്ത്ലി വരുമാനം കിട്ടാനായിട്ട് നമുക്ക് ടീം ബോണസും മറ്റ് ലീഡർഷിപ്പ് ബോണസും ഒക്കെ ഉണ്ട്. അപ്പോ മനോഹരമായ ഒരു മാർക്കറ്റിംഗ് പ്ലാനാണ്. അപ്പൊ നമ്മൾ സീറ്റ് ബെൽറ്റ്സ് ഒക്കെ ഒന്നും കൂടി ടൈറ്റൻ ചെയ്യുക, നമ്മൾ മെമ്മറേജ് ഓഗറൊക്കെ ഒന്നും കൂടി റീഫ്രഷ് ചെയ്ത് പുതിയ ആളുകളെയൊക്കെ അതിൽ ഉൾപ്പെടുത്തി പുതിയ പ്ലാൻ അവതരിപ്പിക്കുക. നമ്മുടെ ബിസിനസ് വോളിയത്തിന്റെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ പേര് കമ്മീഷണബിൾ വോളിയമാണ്, CV എല്ലാം കൂട്ടിയിട്ടുണ്ട്. റീറ്റെയിൽ മാർജിനും നന്നായിട്ട് കൂട്ടിയിട്ടുണ്ട്. നമ്മൾ ഫ്രഷ് മൊമെന്റ്സ് ടൂത്ത് പേസ്റ്റ്, ബ്ലൂ കളർ ഫ്രഷ് മൊമെന്റ്സ് ടൂത്ത് പേസ്റ്റ് ഇന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 27 രൂപയാണ് നമുക്ക് അതിൽ മാർജിൻ കിട്ടുന്നത്. 27 രൂപ റീറ്റെയിൽ മാർജിൻ. പക്ഷേ സമീർ മോദി ആസാദി പ്ലാൻ വരുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഫ്രഷ് മൊമെന്റ്സ് ടൂത്ത് പേസ്റ്റിന്റെ വില എത്രയായിരുന്നു അറിയാമോ? 140 രൂപയായിരുന്നു. 140 രൂപയ്ക്ക് ഞാൻ ആ ഉൽപ്പന്നം കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും അതിന് MRP 107 മാത്രമേ എത്തിയിട്ടുള്ളൂ. സെൻസോഡൈൻ എന്ന് പറയുന്ന ടൂത്ത് പേസ്റ്റിന് എന്റെ ഓർമ്മ പ്രകാരം 40 ഗ്രാമിന് അതിന്റെ 80 രൂപയുണ്ട്. 100 ഗ്രാം വരും 200 രൂപ അടുത്ത് വരും.
അതിനോടൊപ്പം കിടനിൽക്കുന്ന പേസ്റ്റാണ് നമ്മുടെ ഫ്രഷ് മൊമെന്റ്സ് ടൂത്ത്പേസ്റ്റ് ബ്ലൂ. 107 രൂപ MRP, 87 രൂപ DP. ശരി, 80 രൂപ DP, 27 രൂപ മാർജിനുണ്ട്. അപ്പോ എല്ലാം കൂട്ടിയിട്ടുണ്ട്. റീറ്റെയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ നമുക്ക് റീറ്റെയിൽ മാർജിൻ ഉണ്ട്. അപ്പൊ എല്ലാ രീതിയിലും മികച്ച ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ആണ്. അപ്പൊ അതുകൂടാതെ ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന ഈ ഒരു സമയം മനോഹരമായ ഒരു ഓഫർ നടക്കുന്നുണ്ട്. അത് എത്ര പേര് ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല. 500 CV ചെയ്താൽ പോലും, അല്ലെ, 500 CV ചെയ്താൽ പോലും ഏതാണ്ട് 250 രൂപയോളം വില വരുന്ന ഹാൻഡ് ആൻഡ് ബോഡി ലോഷൻ 35 രൂപയ്ക്ക് കിട്ടും. ശരിയല്ലേ? 500 രൂപ എന്ന് പറയുമ്പോൾ 500 CV എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1000 രൂപ അടുത്തേ വരുന്നുള്ളൂ. നമ്മൾ 60% ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വേണ്ടി വരില്ല. അപ്പോൾ മനോഹരമായ ഒരു ഓഫറാണ്. അപ്പോൾ റീപർച്ചേസ് പ്രോഗ്രാം തൽക്കാലം ഇല്ല എന്ന് വിഷമിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരു കുളിർമഴയായിട്ടാണ് ഈ ഒരു സ്പെഷ്യൽ പ്രൊമോഷൻ വന്നിരിക്കുന്നത്. ശരിയല്ലേ ലീഡേഴ്സ്? എത്ര പേര് അത് പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പൊ അതെല്ലാം പ്രയോജനപ്പെടുത്തി മാക്സിമം അതൊക്കെ യൂസ് ചെയ്യാം. എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ മീറ്റിംഗിൽ പറഞ്ഞിരുന്നു, അങ്ങനെ കിട്ടുന്ന ആ ഒരു ഹാൻഡ് ആൻഡ് ബോഡി ലോഷൻ നിങ്ങൾ വിറ്റ് പണമാക്കരുത്. സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഫ്രണ്ട്സിന്റെ അടുത്തോ ബന്ധുക്കളുടെ അടുത്തൊക്കെ പോയിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അല്പം ഒന്ന് സാമ്പിളിങ്ങിന് കൊടുക്കുക. അവിടെ ഒന്ന് സ്മെല്ല് ചെയ്തിട്ട്, അല്ലെ, ആ സ്മെല്ല് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് സ്മെല്ല് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 പേരെ നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ചാല് ഒരു കസ്റ്റമർ അത് വാങ്ങുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശരിയല്ലേ? കഴിഞ്ഞ ദിവസം നമ്മളെ ഒരു കൺസൾട്ടന്റ് 2500 CV ചെയ്ത് 5 ഹാൻഡ് ആൻഡ് ബോഡി ലോഷൻ വാങ്ങിച്ചു. അപ്പോഴാണ് എന്റെയും കണ്ണ് തുറന്നത്. അങ്ങനെ കിട്ടുമെന്നല്ലോ. അതായത് 2500 CV ചെയ്തപ്പോ 5 ഹാൻഡ് ആൻഡ് ബോഡി ലോഷൻ അതിന് കിട്ടി. ആ ബില്ല് എത്ര പേർക്ക് കിട്ടിയെന്ന് എനിക്കറിയില്ല. അപ്പോഴാണ് ഞാനും ചിന്തിച്ചത്, ഇങ്ങനെയും കിട്ടുമല്ലെന്ന്. അപ്പോൾ മനോഹരമായ ഒരു ഓഫറാണത്. പരമാവധി പ്രയോജനപ്പെടുത്തുക. അത് തന്നെ 1000 റുപ്പീസ് 1000 CV ആണെന്നുണ്ടെങ്കിൽ അത് ലോയൽറ്റിയിൽ ഉൾപ്പെട്ടു. അപ്പൊ ഇതെല്ലാം പ്രയോജനപ്പെടുത്തുക. അപ്പൊ നമുക്ക് വളരെ സമയം വളരെ കുറവാണ്. നന്ദകുമാർ സാർ പറഞ്ഞു 2 പ്രധാനപ്പെട്ട പ്രോഗ്രാം. ഒന്ന് നമ്മുടെ പിണറായി സാറിന്റെ നേതൃത്വത്തിൽ നാളെ നടക്കുന്ന പ്രോഗ്രാം. നമുക്കറിയാം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഫ്ലഡിന്റെ ടൈമിൽ 1 കോടി രൂപയാണ് കേരള ഗവൺമെന്റിന് വേണ്ടിയായിട്ട് സമീർ മോദി സാറ് സംഭാവന ചെയ്തത്. എത്ര പേർ അത് ശ്രദ്ധിച്ചെന്നോ അറിയില്ല, എത്ര പേർ ഓർക്കുന്നു അറിയില്ല. 1 കോടി രൂപ, അതിന്റെ പിക്ചറൊക്കെ ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അതിനുശേഷമാണ് ഇപ്പോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സുവർണ കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. വളരെ അഭിമാനത്തോടും അല്ലെങ്കിൽ വളരെ ഉണർവോടും എനർജറ്റിക് ആയിട്ടും വളരെ മഹത്വമായിട്ടും നമുക്ക് നമ്മളുടെ ബിസിനസ്സിൽ പ്രവർത്തിക്കാൻ പറ്റിയ ടൈമാണ്. അത് നാളെ അതിന്റെ പ്രധാനപ്പെട്ട ഇൻട്രൊഡക്ഷൻ ഒക്കെ നടക്കുന്നു. അപ്പൊ ഒരുപാട് ലീഡേഴ്സ് അവിടെ പങ്കെടുക്കുന്നുണ്ട്. മറ്റന്നാൾ നമുക്ക് നടക്കുന്ന CRന്റെ പ്രോഗ്രാം. അതും ഒരു ഉത്സവമാണ്, ഒരു മാമാങ്കമാണ്. ഒരുപാട് സദ്യകൾ, നയനമനോഹരമായ സദ്യകൾ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെയുള്ള ലീഡേഴ്സിനെയൊക്കെ നമുക്ക് അവിടെ വെച്ച് കാണാം. അപ്പൊ സമയത്തിന് പോരായ്മ ഞാൻ നിർത്തുന്നു. ഈ ഒരു വർഷം നന്നായിട്ട് പ്രവർത്തിക്കുക. കമ്പനി തരുന്ന എല്ലാ ഓഫറുകളും ആനുകൂല്യങ്ങളും നേടിയെടുത്തുകൊണ്ട് നമ്മൾ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഒരു വർഷമായിട്ട് മാറട്ടെ ഈ 2025. ക്ലോസിംഗിൽ 1-2 വാക്കുകൾ സംസാരിക്കുന്നതിന് വേണ്ടി ലെറ്റ്സ് ഇൻവൈറ്റ് അവർ ഗ്രേറ്റ് ലീഡർ നന്ദകുമാർ സാർ. വെൽക്കം സാർ. ഓക്കെ, താങ്ക് യു ജോളി. വളരെ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു ഇന്ന്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതില് സുനില് നമ്മളുടെ മോദിവയെ കുറിച്ച് വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ലളിതമായിട്ടും അവതരിപ്പിച്ചു. ഇത്ര നല്ലൊരു അവതരണം ഞാനിപ്പോ ഈ പുതിയ പ്ലാനിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സുനിലിന് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ജോളി സേവ്യർ അതേപോലെ ഉരുക്കിക്കൊള്ളുന്ന രീതിയിലുള്ള മോട്ടിവേഷൻ, സൂപ്പർ മോട്ടിവേഷൻ. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിന്റുകളിൽ ഒന്ന് ഭാഗ്യദേവത, അല്ലേ? ആ ഭാഗ്യദേവത എത്തിപ്പിടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങളത് എപ്പോഴാണ് ശ്രമിക്കുക എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഞാനിങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ശ്രമിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഏത് സമയത്താണ് ഒരു സ്പാർക്ക് ഉണ്ടാകുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് വളരെ വളരെ നല്ലൊരു എഫക്റ്റീവ് പോയിന്റ് ആണ്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇതിനു മുന്നേ കേട്ട നല്ലൊരു സെന്റൻസ് ഇവിടെ, ലക്ക് ഈസ് നത്തിങ് ബട്ട് ദി മീറ്റിംഗ് പോയിന്റ് ഓഫ് യുവർ അലേർട്ട്നെസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി വിച്ച് ഈസ് പാസിംഗ് ബൈ. ഒന്നുകൂടി പറയാം ഞാൻ, ലക്ക് ഈസ് നത്തിങ് ബട്ട് ദി മീറ്റിംഗ് പോയിന്റ് ഓഫ് യുവർ അലേർട്ട്നെസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്
വിച്ച് ഈസ് പാസിംഗ് ബൈ എന്നുള്ളതാണ് ഭാഗ്യം എന്ന് പറഞ്ഞാൽ. ചിലർ പറയും ജോളി സേവിയറിന്റെ ഭാഗ്യമാണപ്പാ, അല്ലെങ്കിൽ ഒരു സാധാരണ ജോലി ചെയ്ത വ്യക്തി ഇന്നിപ്പോ ആർഭാടകരമായിട്ടുള്ള കാറിൽ പോകുക, അല്ലെ, 20 രാജ്യങ്ങൾ കാണുക, ലക്ഷക്കണക്കിന് പ്രതിമാസ വരുമാനം മേടിക്കുക, 3 നില ഒരു ബിൽഡിംഗ്, വലിയൊരു ഒരു പാലസ് തന്നെ ഉണ്ടാക്കുക, ഇതൊക്കെ സാധാരണക്കാർക്ക് പറ്റില്ല. അപ്പൊ അതൊക്കെ എന്തോ ഒരു ഭാഗ്യം. അപ്പൊ എന്തെങ്കിലും നേടിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഭാഗ്യമാണ്. ആ പരിശ്രമം കൊണ്ടെന്ന് പറയില്ല ജനം, സമൂഹം ഭാഗ്യം കൊണ്ടെന്ന് പറയും. അപ്പൊ അങ്ങനെ ഭാഗ്യം കൊണ്ട് എന്ന് കരുതുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ് ഈ സെന്റൻസ്. ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഡു യു മീൻ ബൈ ലക്ക്? ലക്ക് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ മീറ്റിംഗ് പോയിന്റ്, ഒരു കൂടുന്ന സ്ഥലമാണത്, കൂട്ടിമുട്ടുന്ന സ്ഥലമാണ്. എന്തൊക്കെ തമ്മില്? യുവർ അലേർട്ട്നെസ്, നിങ്ങളുടെ ശ്രദ്ധ, ജാഗ്രത, ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ. അപ്പോഴ് അവസരങ്ങളും നമ്മളുടെ ശ്രദ്ധയും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റാണ് ലക്ക്. എന്ന് വെച്ചാൽ നമ്മളുടെ മോദിവേ എന്ന് പറയുന്ന അവസരം, ആ അവസരത്തെ കുറിച്ച് പ്രതികീർത്തിക്കാനായിട്ട് ഇങ്ങനെ റെഗുലർ ആയിട്ടുള്ള സൂം മീറ്റിംഗ്സ്, ഓഫ്ലൈൻ മീറ്റിംഗ്സും ലീഡർഷിപ്പ് മീറ്റിംഗ്സും മറ്റുമായിട്ട് ഒരുപാട് സീരീസ് ഓഫ് അവസരങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഈ അവസരങ്ങൾ ഇങ്ങനെ വരും പോകും. കടലിലെ വെള്ളം പോകുന്നത് പോലെ, അരുവിയിലെ വെള്ളം ഒഴുകുന്നത് പോലെ. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി ഹാവ് ടു ബി അലേർട്ട്. നമ്മൾ അലേർട്ട് ആയിരിക്കണം, അറ്റൻറ്റീവ് ആയിരിക്കണം. അപ്പൊ നമ്മൾ അലേർട്ട് ആണെങ്കിൽ ഈ കടന്നു പോകുന്ന അവസരത്തെ നേരത്തെ ജോളി സേവ്യർ പറഞ്ഞ പോലെ കയ്യെത്തി പിടിക്കാനായിട്ട് സാധിക്കും. അല്ലേ? ലോട്ടറി ടിക്കറ്റ് എടുക്കാതെ ആർക്കും ലോട്ടറി കിട്ടിയിട്ടില്ല എന്നേ വരെ. അപ്പൊ ലോട്ടറി കിട്ടണമെങ്കിൽ ആദ്യ സ്റ്റെപ്പ് ലോട്ടറി ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രസ്ഥാനത്തിൽ വിജയിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ഈ പ്ലാനിനെ കുറിച്ച്, മോദിവേ പ്ലാനിനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കുക. ഒരു ഗവേഷണ വിദ്യാർത്ഥിയെ പോലെ, അല്ലെ, പഠിക്കാൻ കിട്ടുന്ന വ്യത്യസ്ത അസുലഭ സന്ദർഭങ്ങള് അത് പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ വിജയം നമ്മളുടെ ഓരോരുത്തരുടെ ആയിരിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് വളരെ ഭംഗിയായിട്ട് ഈ മോദിവേ പ്ലാൻ അവതരിപ്പിച്ച സുനിലിനും അതിന്റെ കുറച്ചും കൂടി മാറ്റ് കൂട്ടുന്ന രീതിയിൽ നല്ല ഒരു മോട്ടിവേഷൻ നൽകിയ നമ്മളുടെ ജോളി സേവിയറിനും ഇത് അറ്റൻഡ് ചെയ്ത നല്ലവരായ എല്ലാവർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും നേർന്നുകൊണ്ടും, നാളെ നടക്കുന്ന തിരുവനന്തപുരം വലിയൊരു പ്രോഗ്രാമില്, മറ്റന്നാളെ നടക്കുന്ന നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെന്ററിലെ പ്രോഗ്രാമില് പരമാവധി പാർട്ടിസിപ്പേഷൻ നടത്തി അതെല്ലാം രണ്ടും വിജയിപ്പിക്കുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കും എന്നുകൂടെ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട്, അഭിപ്രായപ്പെട്ടുകൊണ്ട്, നിർദ്ദേശിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് പിരിയാം. വീണ്ടും കാണാം. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ് ആൻഡ് ജയ് മോദിക്കർ. Thank you, sir. Good night. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഓൾ, താങ്ക് യു ഓൾ, താങ്ക് യു ഓൾ, താങ്ക് യു. താങ്ക് യു, താങ്ക് യു ജോളി, താങ്ക് യു സുനി, ഓൾ താങ്ക് യു.